ന്യൂസ് മോർണിംഗിൽ അതിഥിയുടെ സമയമാണ്. കലയുടെ അതിരുകൾ ഭേദിച്ച് എഴുത്തുകാരിയായും അഭിനേത്രിയായും സംവിധായികയായും ഗാനരചയിതാവായും സംഗീത സംവിധായികയായും ഗായികയായും സാമൂഹിക പ്രവർത്തകയായും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി പ്രിയ ഷൈൻ. 2 ദേശീയ പുരസ്കാരങ്ങളും 1 സംസ്ഥാന പുരസ്കാരവും ഉൾപ്പെടെ 107-ലധികം പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇവർ വഹ്നി എന്ന സിനിമയുടെ കഥയും തിരക്കഥയും രചിച്ച് നായികയായി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ സമൂഹം, ഓട്ടിസം ബാധിച്ചവർ, അംഗവൈകല്യമുള്ളവർ, മുഖവൈകല്യമുള്ളവർ തുടങ്ങി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പലപ്പോഴും മാറ്റി അവരെ കലയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ വ്യക്തിത്വം കൂടിയാണ് പ്രിയ ഷൈൻ. 80ഓളം സൃഷ്ടികൾ ഇതിനകം പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഇവർ ഇപ്പോൾ തൻ്റെ 2ാമത്തെ സിനിമയുടെ ഒരുക്കത്തിലാണ്. സ്വാഗതം ശ്രീമതി പ്രിയ ഷൈൻ ന്യൂസ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് വലിയ പ്രൊഫൈലാണ്. എങ്ങനെയാണ് പ്രിയ ഷൈൻ എന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു വലിയ കലാകാരിയായി രൂപപ്പെടാനുണ്ടായ സാഹചര്യം? എങ്ങനെയായിരുന്നു ആ യാത്ര? അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് ഗദ്ഗതങ്ങളും നെടുവീർപ്പുകളുമായി ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു ഞാൻ. വിവാഹശേഷം എൻ്റെ ഭർത്താവാണ് കലയുടെ വലിയ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത്. ഒരുപാട് ജീവിത വ്യഥകൾ അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ വിവാഹം വരെ ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന ആ ഒരു കാവ്യ ശകലങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു എൻ്റെ ജീവിതം. വിലക്കുകളാകുന്ന കൂച്ചുവിലങ്ങളിൽ കിടന്നുകൊണ്ട് ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയും ഞാനും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം ശ്വസിച്ചത് വിവാഹശേഷം എൻ്റെ ഹസ്ബൻഡ് ഷൈൻ എന്ന് പറയുന്ന ആ ഒരു വലിയ വ്യക്തിത്വം, മനുഷ്യത്വമുള്ള ആ ഒരു അദ്ദേഹമാണ്. കവിതകൾ ആദ്യം എന്നോട് പറഞ്ഞു, അത് എഴുതി വെച്ചാൽ പോരാ, അത് ലോകം കാണണം എന്ന് പറഞ്ഞ് അത് വിഷ്വലൈസ് ചെയ്ത്, അങ്ങനെ കണ്ണുകളില്ലാത്തവരുടെ ഈശ്വരൻ എന്ത് രൂപം എന്ത് ഭാവം എന്ന് പറയുന്ന മിഴിവിളക്ക് എന്ന് പറയുന്ന കവിത എഴുതിയത്. അത് ദൃശ്യവൽക്കരിച്ചുകൊണ്ടാണ് എൻ്റെ കലാരംഗത്തേക്കുള്ള ആദ്യത്തെ ഒരു പ്രവേശനം. എഴുത്തുകാരി മാത്രമല്ല, സംവിധായികയാണ്, അഭിനേത്രിയാണ്, സംഗീത സംവിധായികയാണ്, ഗായികയാണ്. ഇങ്ങനെ ഒട്ടേറെ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് പ്രിയ ഷൈൻ എന്ന കലാകാരിയുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ മേഖലകളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എങ്ങനെയാണ് കഴിയുന്നത്? അതായത് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീക്ക് ഒരു അതിർവരമ്പുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ലോകമാണ്. ലോകം മാത്രമല്ല, കുടുംബം, ബന്ധുക്കൾ, ഇവരൊക്കെ ഒരു ലക്ഷ്മണ രേഖ വരച്ച് ആ ലക്ഷ്മണ രേഖയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാൻ വിതുമ്പി നിൽക്കുന്ന മനസ്സിൻ്റെ ആത്മനൊമ്പരങ്ങളെ, പ്രരോദനങ്ങളെ അത് ഇങ്ങനെ അടക്കി വെച്ച് ജീവിച്ച് അത് പുറത്തേക്ക് വരാൻ ഒരു വഴി തുറന്നു കിട്ടിയപ്പോൾ അത് കലയുടെ എല്ലാ മേഖലകളിലൂടെയും എനിക്കത് പുറത്ത് കൊണ്ടുവരാനായിട്ട് ഈശ്വരൻ തന്ന ഒരു വരദാനമാണ്. കലാദേവതയുടെ ഒരു ഒരു നമുക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതായത് ഇന്ന് വരെ ഈ 80 വർക്കുകൾ രചനയും സംവിധാനവും ചെയ്ത് റിലീസ് ചെയ്തപ്പോഴും ഒരു അസിസ്റ്റൻറ്റോ അസോസിയേറ്റോ ആർട്ട് ഡയറക്ടറോ മേക്കപ്പ് മാനോ അതുപോലെ ലൊക്കേഷൻ കാണുന്നതോ ഒക്കേറ്റിനും ഒരാളെ പോലും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അതെൻ്റെ കോൺഫിഡൻസ് ആണ്. ഒരു നിശ്ചിത പ്രൊഡ്യൂസറും ഇല്ല. പക്ഷേ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി കട്ടപ്പനയിലുണ്ട്. ആ കുട്ടിയെ വെച്ചിട്ട് ഞാൻ അവൾ എന്ന് പറയുന്ന ആ ഒരു കലാസൃഷ്ടി എടുത്തത് നിറപ്പകട്ടുകളില്ലാതെയാണ്. ഇവിടെ നിന്ന് ബസ്സിനൊക്കെ കയറി പോയിട്ട് അത്രയും ദൂരം പോയിട്ടാണ് ഞാൻ ആ ഒരു കലാസൃഷ്ടി. അതെനിക്ക് എടുക്കുക എന്നുള്ളതല്ല ഒരു ഡയറക്ടറുടെ ഒരു അത് എടുത്ത വർക്ക് എത്രയും പെട്ടെന്ന് പുറത്ത് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസിലൂടെ മാത്രമാണ് ഒരൊറ്റയാൽ പോരാളിയായ ഞാൻ ഇത്രയും വർക്കുകൾ ചെയ്ത് റിലീസ് ചെയ്തത് എന്നതിൽ ഒരു വലിയ ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായും അഭിമാനകരമായ നേട്ടങ്ങളാണ്. ഏതായാലും ഗായികയാണ്, സംഗീത സംവിധായകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാം. അത് അങ്ങനെ ഞാൻ വലിയ പാട്ടുകാരിയല്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഒരു ചാരിതാർത്ഥ്യം ഉണ്ടായത് 1000ഓളം ഗാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്കൊരു വഴി തരുന്നു. ആരും എന്നെ വിളിക്കുന്നില്ല ലിറിക്സ് ഒക്കെ എഴുതാൻ. അപ്പം പിന്നെ ഞാൻ എഴുതിയ ഗാനം ഞാൻ തന്നെ സംഗീത സംവിധാനം ചെയ്തിട്ട് വൈക്കം വിജയലക്ഷ്മി, അനുഗ്രഹീത കലാകാരി വൈക്കം വിജയലക്ഷ്മി മാം പാടിയ ആ പാട്ട് ഞാൻ പാടി എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അത് ഞാൻ ഈയിടെ റിലീസ് ചെയ്തതാണ്. അത് ഞാൻ 2 വരി പാടാം. പ്രണവമന്ത്രധ്വനി ഉണരും നിന്മാറിലെ പൂണൂലായെങ്കിൽ, പ്രണവമന്ത്രധ്വനി ഉണരും നിന്മാറിലെ പൂണൂലായെങ്കിൽ,
മന്ത്രങ്ങൾ ചൊല്ലും നിന്നധരങ്ങൾക്കുള്ളിലെ ഓംകാരമായെങ്കിൽ ചേലേറും നിന്നെറ്റിത്തടത്തിലെ ചന്ദനമായെങ്കിൽ ചന്ദനമായെങ്കിൽ പ്രണവമന്ത്രധ്വനി ഉണരും നിന്മാറിലെ പൂണൂലായെങ്കിൽ. ഈ സംഗീത സംവിധാന രംഗത്ത് സ്ത്രീകളുടെ വരവ് വളരെ കുറച്ചാണ്. വളരെ കുറച്ചു പേരാണ് അത്തരത്തിൽ പ്രത്യക്ഷമായി വരുന്നത്. പലരും സംഗീത സംവിധാനം ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു പതിവാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ രംഗത്തെ സ്ത്രീകളുടെ ഒരു വരവും അവർക്ക് നേരിടുന്ന വെല്ലുവിളികളൊക്കെ? സ്ത്രീകൾ ഒരു രണ്ടുപേര് എഴുതിയാൽ തന്നെ അത് എന്താ പറയുക, അത് ഫ്രഷ് കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ്. ഒരു ഉദാഹരണം വളരെ വേദനയോടെയാണ് ഞാൻ തലസ്ഥാന നഗരിയിലേക്ക് ഇന്നലെ ഉള്ള പ്രയാണത്തിനിടയ്ക്ക്, അതായത് എന്നെ ഒരു ഫാമിലിയിൽ, ഞാൻ പച്ചയായിട്ട് അത് പറയുകയാണ്, ഫാമിലിയിലെ ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഒരു കസിൻ കൊണ്ട് എന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ എന്താ പറയുക, മറുനാടൻ മലയാളിയിലും അതുപോലെയുള്ള ചാനലുകളിൽ വന്ന എൻ്റെ ഇൻ്റർവ്യൂകൾ ഓരോ ദിവസം ഗുഡ് മോർണിംഗിന് കൂടെ നമ്മൾ അഭിമാനത്തോടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ലേഡീസ് അതിൽ നിന്ന്, അതായത് എൻ്റെ കസിൻസ് ലേഡീസ് അതിൽ നിന്ന് ലെഫ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ വേദനയോടെയാണ്, അതായത് ഞാൻ പാടുന്നു, വൈക്കം വിജയലക്ഷ്മി മാഡത്തിൻ്റെ പാട്ടിട്ടപ്പോഴാണ് അവർ അതിൽ നിന്ന് ലെഫ്റ്റ് ആയിപ്പോയത്. അപ്പോൾ അങ്ങനെയുള്ളവരോടൊന്നും എനിക്ക് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തക്കാർ അംഗീകരിക്കുന്നില്ല, പിന്നെ എങ്ങനെ സമൂഹം അംഗീകരിക്കും? പക്ഷേ ആരുടെയും മുഖം നോക്കാതെ ഒരു ഗാനം എഴുതിയ, ഇപ്പം ഈ പൂണൂലും പരബ്രഹ്മം എന്നുള്ള പാട്ടാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ വേറൊരു വേഷനുണ്ട്, പൂണൂലിൽ പൂത്ത നീർമാതള പൂവ്. കാലപ്പഴക്കത്താൽ തെളിനീരിലൊഴുക്കുമ പൂണൂലെനിക്കു നീ തരുമോ, ഹൃദയമം തെളിനീരിലൊഴുക്കി ഞാനൻ ആത്മാവിൻ തീരത്ത് സൂക്ഷിക്കാം. ഇത് വിജയലക്ഷ്മി മാമാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്തപ്പോഴാണ് അവർ ലെഫ്റ്റ് ആയിപ്പോയത്. അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീക്ക് എന്തും മാത്രമുള്ള ഒരു എന്താ പറയുക, എതിരാളികൾ ശരിക്കും ഒരു സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ എഴുത്തുകൾ, അതിന് സംഗീത സംവിധാനം ചെയ്യുന്നത് എൻ്റെ ആത്മാവിൻ്റെ ആ ഒരു വേദന ഫ്രഷ് കൽപ്പിച്ച് മാറ്റി നിൽക്കുന്ന ആ ഒരു വേദനയിലൂടെയാണ് ഞാൻ ശരിക്കും സംഗീത സംവിധാനം ചെയ്യുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒട്ടും പറയാനുള്ളൊരു കാര്യമാണ്, ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല, ആരും നമുക്കൊരു വേദിയും തരത്തില്ല. സ്വയം മുന്നേറുക. നമ്മുടെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് വേദന വരുമ്പം ഞാൻ ചോദിക്കും ഹൂ ആം ഐ, അപ്പം ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ഉത്തരം കണ്ടെത്തും, ഐ ആം എ പേഴ്സൺ. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും 100 വയസ്സായാലും വടിയും കുത്തിയായാലും നമ്മൾ ഇതുപോലെയുള്ള ഇപ്പോൾ 81ാമത്തെ വർക്ക് പൊട്ടൻ എന്ന് പറയുന്ന ഹ്രസ്വചിത്രമാണ്. അതിനുള്ളിൽ ക്യാൻസർ എന്നുള്ള ഡോക്യുമെൻ്ററി, ഞാൻ ക്യാൻസർ സർവൈവറാണ്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ചിത്രധാര ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഡോക്ടറിനോട് അനുവാദം ചോദിച്ചിട്ട് 2.5 വർഷത്തെ എൻ്റെ ആ ലൈഫ്, കീമോ റേഡിയേഷനൊക്കെ ഒരു പുസ്തകം എഴുതുന്നതിനേക്കാൾ എല്ലാവർക്കും അത് ഇതായിരിക്കും. അപ്പോൾ ഒരു റെഫറൻസ് ആയിരിക്കും, അത് ഇറങ്ങാനുണ്ട്. കാശിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അത് ഇറങ്ങാൻ ഒരു സ്വല്പം താമസിച്ച അടുത്ത മാസത്തിൽ അത് ഇറങ്ങും. ക്യാൻസർ എന്ന് തന്നെയാണ് ടൈറ്റിൽ ഇട്ടേക്കുന്നത്. അതെൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡ്രീം പ്രോജക്റ്റാണ്. നമ്മൾ ഒമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അത് ഞാൻ എന്താ പറയുക ദൃശ്യവൽക്കരിച്ചത്. പക്ഷേ എൻ്റെ ആ കോൺഫിഡൻസ് ആണ്. അപ്പോൾ അത് ഇറങ്ങി അങ്ങനെ കുറേ വർക്കുകൾ, ഞാൻ ഒരുപാട് ലൈക്കോ ഷെയറോ ഒന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. എൻ്റെ മനസ്സിൽ പിറവിയെടുക്കുന്ന, എൻ്റെ മനസ്സാകുന്ന ഗർഭപാത്രത്തിൽ പിറവിയെടുക്കുന്ന കലാസൃഷ്ടികളെ ഞാൻ പ്രസവിച്ച് കഴിയുമ്പോഴാണ് അടുത്ത ഒരു കലാസൃഷ്ടി പിന്നെയും അത് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കിടന്നങ്ങ് വിമിഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഫാമിലിയാണ് എൻ്റെ സപ്പോർട്ട്. അതുകൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റുന്നത്. പക്ഷേ എഴുതണ്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ കുടുംബജീവിതത്തെ എന്താ പറയുക മാറ്റി നിർത്തിയിട്ട് ഞാൻ കലയിലേക്ക് വരില്ല. അപ്പോൾ അതിന് നിഴൽ പോലെ ഒരു പുരുഷനാണ് ഒരു സ്ത്രീയുടെ വിജയത്തിന് പുറകിലെന്ന് എനിക്ക് പറയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അംഗീകാരം. ആരും അംഗീകരിച്ചില്ലെങ്കിലും കുടുംബം കൂടെയുണ്ട് എന്നുള്ള ശക്തി അത് തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല 107ഓളം പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 2 ദേശീയ പുരസ്കാരവും 1 സംസ്ഥാന പുരസ്കാരവും. ഈ നേട്ടങ്ങളിൽ ഏതാണ് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്? ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് നമ്മുടെ മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയൽ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള JC ഡാനിയൽ മാധ്യമ പുരസ്കാരം എനിക്ക് കിട്ടിയതും, പിന്നെ സത്യജിത് റേ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് ഒരു 7ഓളം ബെസ്റ്റ് ഡയറക്ടർ അവാർഡും ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു അനുഗ്രഹമാണ്. എന്നെ ഭ്രാന്തി എന്ന് വിളിച്ചാണ് ഒരുപാട് പേര് പിന്നെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോഴും
ഞാൻ ഈ ഓരോ അവാർഡുകളും ഏറ്റുവാങ്ങുമ്പോഴും എനിക്കത് എന്താ പറയുക, എന്നോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റാണ്. വീണ്ടും വീണ്ടും കുതിക്കാനുള്ള ഒരു ഊർജ്ജം. എല്ലാ അവാർഡുകളും ഹൃദയത്തോട് ചേർക്കുന്നു, പക്ഷേ ഈ 2 അവാർഡ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഭരതൻ സാറിൻ്റെ പേരുള്ള ഒരു അവാർഡിൻ്റെ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. വലിയ ആഗ്രഹമാണ്, പിന്നെ ഒരു ചെറിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. എനിക്ക് പത്മശ്രീ അങ്ങനെയൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, ഇത്രയും പോലും ചെയ്യാത്ത ആൾക്കാർക്ക് പത്മശ്രീയും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കളിയാക്കി, അത് ഒരിക്കലും എത്തപ്പെടത്തില്ല. പക്ഷേ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, കിട്ടിയില്ലെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ്. തീർച്ചയായും കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ഇനി നമുക്ക് വന്നി എന്ന സിനിമയിലേക്ക് വരാം. ആ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതി അതിൽ അഭിനയിച്ചു, അല്ലെ, നായികയായി അഭിനയിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ സിനിമയുടെ ആശയം? അതിലേക്ക് വരാനുണ്ടായൊരു പ്രചോദനം എങ്ങനെയാണ്? ആശയം എന്ന് പറഞ്ഞാൽ, മുഖം പുള്ളി വിരൂപിയായ സ്ത്രീ ശ്മശാനത്തിൽ ശവം ദഹിപ്പിക്കുന്ന ജോലി സ്വയം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് തൻ്റെ മുഖം പൊള്ളാൻ കാരണക്കാരനായ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കൂട്ടുകാരനെയും അഗ്നിക്കിരയാക്കുന്നതാണ് അതിൻ്റെ ഇതിവൃത്തം. ആ സ്ത്രീക്ക് ദേവകി എന്ന് പറയുന്ന ആ സ്ത്രീക്ക്, ദേവു എന്നാണ് അത് ഷോർട്ട് ഫോം, ആ സ്ത്രീക്ക് ഒരു മകളുണ്ട്. ആ മകളെ മറ്റുള്ള കഴുകന്മാരുടെ കണ്ണിൽ നിന്നും ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനിടയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചുകൊണ്ട് എന്താ പറയുക, തൻ്റെ മുഖം പൊള്ളാൻ കാരണക്കാരായവരെ കാത്തിരുന്ന് പക തീർക്കുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറയുന്നത് നാഗത്തെ പോലെയാണ്. എന്നെ ആണേലും ഉപദ്രവിക്കുന്നവരെ, ശരിക്കും വാക്കുകൊണ്ട് ഉപദ്രവിക്കുന്നവർക്ക് ഞാൻ 3 തവണ അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു അവസരം കൊടുക്കാറുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ കർമ്മം കൊണ്ട്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പുരസ്കാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു ഉത്തരം. ഭ്രാന്തിയായ ഒരു സ്ത്രീ 107 അവാർഡുകൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അതെൻ്റെ അഹോരാത്രമുള്ള കഷ്ടപ്പാടാണ്. എനിക്ക് ഗോഡ് ഫാദർ ഇല്ല, നിശ്ചിത പ്രൊഡ്യൂസർ ഇല്ല, ഉള്ളത് അർപ്പണശേഷിയുള്ള ഒരു മനസ്സും കഷ്ടപ്പെടാനുള്ള എൻ്റെ ആ ഒരു ഡെഡിക്കേഷനുമാണ്. തീർച്ചയായും ഈ സിനിമയുടെ ഒരു ടീം വർക്ക് അതെങ്ങനെയായിരുന്നു? ടീം വർക്ക് തന്നെയാണല്ലോ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരാളാണ്, ഒറ്റയാൾ പോരാട്ടമാണെങ്കിൽ കൂടി അതിനോടൊപ്പം ചേരുന്ന കുറച്ച് ആളുകളുണ്ടാവും, പ്രിയ ഷൈനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? സിനിമ എന്ന് പറയുമ്പോൾ ശരിക്കും അസിസ്റ്റൻറ്റും അസോസിയേറ്റും ആർട്ട് ഡയറക്ടറും ഒക്കെ വേണം. അപ്പോൾ ഈ സിനിമ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതി ഞാനിങ്ങനെ ഇത് കയ്യിൽ വെച്ചിട്ട് ഞാനത് ശരിക്കും ഫെപ്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് തിരക്കഥാ മത്സരത്തിൽ മത്സരിച്ചത്. പക്ഷേ എങ്കിൽ എനിക്ക് അവസാന റൗണ്ട് വരെ എത്തിയെങ്കിലും അവാർഡ് എനിക്കത് കിട്ടിയിട്ടില്ല, പുരസ്കാരം അങ്ങനെ കിട്ടിയില്ല. അത് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അത് ഞാൻ MJ രാധാകൃഷ്ണൻ സാർ ദേശാടനം കളിയാട്ടം ഒക്കെ ചെയ്ത MJ സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ വാട്സാപ്പിൽ, അദ്ദേഹത്തിന് എൻ്റെ ബന്ധുവും കൂടിയാണ്, ഞാൻ പറഞ്ഞ ഏട്ടാ എനിക്കിങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിനെന്താ നമുക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ഏട്ടനാണ് ഫസ്റ്റ് പ്രചോദനം. പിന്നെ ഞാൻ എല്ലാ വർഷത്തിലും അടൂർ സാറിനെ ചെന്ന് കാണും. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൊട്ട് പ്രണമിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കണമെങ്കിൽ ഒരു ചങ്കൂറ്റമൊക്കെ വേണം. അദ്ദേഹം എന്നോട് കുറേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. ഏതെങ്കിലും ഒരു ശ്മശാനത്തിൽ ഒരു സ്ത്രീ ശവം ദഹിപ്പിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞ് പേപ്പർ കട്ടിങ് എടുത്ത് കാണിച്ചു കൊടുത്തു. എറണാകുളം ലുലു ശ്മശാനത്തിൽ ദേവകി എന്ന് പറയുന്ന സ്ത്രീ, അത് മുഖം പൊള്ളി വിരൂപയായൊന്നുമല്ല, ആ സ്ത്രീ ശവം ദഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നോക്കിയിട്ട്, നീ കൊള്ളാം, നാള് പുലിയാണ്, ഈ ഉള്ളിലെ അഗ്നി, നിൻ്റെ ഉള്ളിലൊരു അഗ്നിയുണ്ട്, ആ അഗ്നി കെടാതെ സൂക്ഷിക്കുക, പിന്നെ നന്നായി വരുമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് വീണ്ടും ഞാൻ ചെന്ന് കണ്ടപ്പോൾ MJ സാറൊക്കെ നിൽക്കുമ്പോൾ തന്നെ ആ പടത്തിൻ്റെ പൂജ ചെയ്തത്. വലിയ ആർഭാടങ്ങളില്ലാത്ത ഒരു ഫിലിമായിരുന്നു. പിന്നെ ഒരു ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ, ഈ മുഖം പൊള്ളി വിരൂപയായ സ്ത്രീയായിട്ട് മേക്കപ്പ് നമ്മൾ ഇടവൻ ആസറിൻ്റെ മോനായിരുന്നു. അതായത് അടൂർ സാറിൻ്റെ പടങ്ങളിൽ പണ്ട് മേക്കപ്പ് ചെയ്തിരുന്ന ഇടവൻ ആസറിൻ്റെ മോനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസ്തറ്റിക് മേക്കപ്പ് വിട്ട് ആക്ഷൻ കട്ടെന്ന് പറഞ്ഞ് വിട്ടുപോയി കഴിയുമ്പോൾ അദ്ദേഹം എന്നോട് ചൂടായി, ഇത് എപ്പോഴും ഒട്ടിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ മോനാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. മോൻ സിനിമാറ്റോഗ്രാഫർ പ്ലസ് ഡയറക്ടറാണ്. അവൻ ചെയ്ത ആദ്യത്തെ വർക്ക് എന്ന് വെച്ചാൽ ശിവാജി ഗണേശൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ 2 പെൺകുട്ടികൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഡയറക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു പടമുണ്ട്, ചേച്ചിയുടെ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കും. മോനെ വിളിച്ചപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് അല്ല. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനല്ല, ഒരു ഓഫർ വന്നു കഴിയുമ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിധി അങ്ങനെ ആയിരിക്കത്തില്ല. അങ്ങനെ മോനെ ആണ് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അതിന് 2016 ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അമല പോളിൻ്റെ അമ്മയായിട്ട് ഞാനാണ് അതിൻ്റെ അകത്ത് ക്യാരക്ടർ ചെയ്തത്. എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചത്. നിറപ്പകെട്ടില്ലാത്ത ഒരു ചിത്രമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ വലിയ പുലികളായെങ്കിലും നമ്മളെ പിന്നെ എന്താ പറയുക, ഒരു അഭിനയിക്കാനൊന്നും വിളിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് എഴുതുന്നതിൽ ഒരു കഥാപാത്രം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മോനാണ് അത് ഡയറക്റ്റ് ചെയ്ത്, MJ സാറാണ് അത് ക്യാമറ ചെയ്തത്. മോൻ സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ട് MJ സാറിൻ്റെ കൂടെ നിന്ന് യൂത്തിന് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ഷോട്ടിൽ ക്യാമറ ഇങ്ങനെ ഇട്ടുപിടിച്ച് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ സാറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് പുതിയ ആശയവും പഴയ ആശയവും എല്ലാം മിക്സ് ചെയ്തെടുത്ത ഒരു ഇതാണ്.
ആ സിനിമ എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഇനി എൻ്റെ ലക്ഷ്യം ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ഇതുപോലെ ഓഫ് ബീറ്റ് ഒരു സംഭവം ചെയ്തിട്ട് എനിക്കൊരു നാഷണൽ അവാർഡ് അഭിനയത്തിൽ മേടിക്കണമെന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹമുണ്ട്. അതാണ് ഈ പറഞ്ഞ സമൂഹം പലപ്പോഴും മാറ്റി നിർത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ട്രാൻസ്ജെൻഡർ സമൂഹമാണെങ്കിലും ഓട്ടിസം ബാധിച്ചവർ, ഈ അംഗവൈകല്യം ഉള്ളവർ, നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖത്തിന് വൈരൂപ്യമുള്ളവർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ പ്രിയ ഷൈൻ അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്, അവരെ മോഡലിങ്ങിൻ്റെ ഒക്കെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇങ്ങനൊരു ഇതിന് പിന്നിൽ എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ നിറത്തിൻ്റെ പേരിലും പിന്നെ എന്താ പറയുക, ആ ഒരു നമ്മളെ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട് എന്നെ മോനെയൊക്കെ. മോനും 2 കളറാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര, അപ്പോൾ എന്നോട് ചോദിച്ചോ നീയൊക്കെ മോഡലിങ്ങോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചലഞ്ചിങ് ആയിട്ട് എടുത്തിട്ട് ഞാൻ അഹൂരത മോഡലിംഗ് കമ്പനി എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു മോഡലിംഗ് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് അംഗവൈകല്യമുള്ളവരെയും ഓട്ടിസം ബാധിച്ചവരെയും പിന്നെ എന്താ പറയുക, പിന്നെ മുഖം പൊള്ളി വിരൂപരായവരെയൊക്കെ മോഡലിംഗ് രംഗത്തേക്ക് കൊണ്ടുവരുമ്പോഴുള്ള അവരുടെ ആ ഒരു കോൺഫിഡൻസ്, അവരത് ആ ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കുമ്പോഴുള്ള അവരുടെ ആ ഒരു എന്താ പറയുക, അതൊക്കെ കണ്ടു കഴിയുമ്പോൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിനെ വീണ്ടും 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 ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഇൻസ്പയർ ആകട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ദായമക്കൈ എന്ന് പറഞ്ഞ് എൻ്റെ ഇറങ്ങാൻ പോകുന്ന അതിശക്തമായ ഒരു സബ്ജക്റ്റ് അടുത്ത ആഴ്ച ഇറങ്ങും. അതിൻ്റെ അകത്ത് ഒരു ശക്തമായ കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രദീപ് നീലാംബരി എന്ന് പറയുന്നൊരു ട്രാൻസ് വുമൺ ആണ്, ട്രാൻസ്ജെൻഡർ ആണ്. പിന്നെ അതിൻ്റെ അകത്തെ നായക വേഷം ചെയ്തിരിക്കുന്ന 9ഓളം ട്രാൻസ്ജെൻഡേഴ്സ് ഹ്രസ്വ ചിത്രങ്ങളും മൂവീസും ഞാൻ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദായമക്കായി ഉടനെ ഇറങ്ങും. അപ്പോൾ എന്താ വേറൊന്നുമല്ല മോളെ, എനിക്ക് നേരിട്ട അനുഭവങ്ങൾ ഞാൻ എൻ്റെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ ധൈര്യപൂർവ്വം മുൻപിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു എഫേർട്ട് എടുക്കുന്നത്. അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഞാനൊരു എന്താ പറയുക സഹോദരിയെ പോലെയാണ്. എത്ര ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ നായികയായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത്രയ്ക്കാണ് ഞാൻ അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും. ഈ അഘോരത, ആ പേരിൻ്റെ പിന്നിൽ എന്താണ്? അഘോരത ഈ മോഡലിങ്ങിൽ ഇതുപോലുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ? ആളുകളുടെ അഹൂരത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനായകൻ ഗണപതിയുടെ ഒരു പേരാണ്. അപ്പോൾ ടൈറ്റിലൊക്കെ ഞാൻ ഭയങ്കര വ്യത്യസ്തതയാണ് കൊണ്ടുവരും. ഇപ്പോൾ ദായമക്കായി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്, അവസ്ഥാന്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് എന്താ പറയുക, അവരെ ഞാൻ അങ്ങനെ ഒരു മോഡലിംഗ് കമ്പനി തുടങ്ങാൻ ഒരു കാരണം രജിസ്ട്രേഷനൊക്കെ എടുത്താണ്, ഓൾ ഇന്ത്യ ലെവലിൽ രജിസ്ട്രേഷനൊക്കെ എടുത്താണ്. ഇപ്പം അത് കുറച്ചൊന്ന് ഇതായി കിടക്കാണ് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്. ഇനിയിപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് ഒന്നുമില്ല, അത് ഒരു മോഡലിംഗ് എനിക്കത് ഡാലു മാഷാണ് എനിക്കതിന് ഇൻസ്പിറേഷൻ. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്ത മോഡലിംഗ് ഒരു വ്യത്യസ്ത ആശയമായിരുന്നു. വീണ, തമ്പുരു അങ്ങനെയൊക്കെയുള്ള പഴയകാല ഇത്, പിന്നെ നമ്മുടെ പിന്നെന്താ രഞ്ജിമാർ എന്നെ പഴയ കാലഘട്ടത്തിൽ ഒരു തമ്പുരാട്ടിയായിട്ട് അവരെ അങ്ങനെ ഒരുക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മൾ ആ ഒരു ഇതിലേക്ക്, അവർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ എൻ്റെ കുറച്ച് ഒരു ഐഡിയാസൊക്കെ, ഒരു തുളസിക്കതിരൊക്കെ ഇവിടെ വെച്ചിട്ട് വാൽക്കണ്ണാടിയൊക്കെ പിടിച്ചിട്ട് ആ പടവിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഒരു ഫ്രെയിം അതിലവർ അങ്ങനെ വെച്ച് പ്രിയ ഒരു വേറിട്ട അനുഭവമായിരുന്നു. ഒരു വ്യത്യസ്തത പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരിക. ന്യൂ ജനറേഷന് ദഹിക്കുമോ? അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. നമ്മുടെ ഈ കാലഘട്ടവും ഏത് കാലഘട്ടവും ന്യൂ ജനറേഷൻസിൻ്റെ മാത്രമല്ല, എന്നെപ്പോലെയുള്ളവരുടെയും ഓൾഡ് ഏജ് ആൻ്റെയും മിഡിൽ ഏജ് ഉള്ളവരുടെയും യൗവനം ഉള്ളവരുടെയും ചെറുപ്പ കുട്ടികളുടെ ഒക്കെയാണ്. അപ്പം ന്യൂ ജനറേഷന് ദഹിക്കുമോ എന്നൊരു ചോദ്യമില്ല. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെയുള്ളവരെ ഞാൻ മോഡലിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. ഏത് കാലഘട്ടത്തിലെ ആൾക്കാരും ആ ഒരു പിക്ചർ കാണുമ്പോൾ അവർക്കൊരു ഇൻസ്പയർ ആകണം, അതാണ് ഉദ്ദേശം. ഒരു ക്യാൻസർ സർവൈവർ കൂടിയാണ്. എനിക്ക് കൂടുതൽ കുറേ കാര്യങ്ങൾ കൂടി ചോദിച്ചറിയണം, പക്ഷെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും ഉള്ളിലെ തീ കെടാതെ സൂക്ഷിക്കുക, മുന്നോട്ട് ഇനിയും പോവുക, അംഗീകാരങ്ങൾ ഇനിയും തേടിയെത്തും. 107 അതിൽ നിന്നും കൂടുതൽ അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ന്യൂസ് മോർണിംഗിൽ പങ്കെടുത്തതിന്. നന്ദി, നമസ്കാരം. അവതാരികയ്ക്ക് പ്രത്യേകമായിട്ട് എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാമറ ചെയ്തവർക്കും ജയ് ഹിന്ദ് TV-യിലെ എല്ലാവർക്കും എൻ്റെ ഉള്ളിലെ ആ ഒരു സ്പാർക്കിൻ്റെ ഒരു ശകല ഭാഗം ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിന് നന്ദി, നമസ്കാരം.